ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളുകളായി നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് സാന്ത്വനം 2 തിരിച്ചെത്തുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് സാന്ത്വനം നമ്മുടെ പഴയ ബാലേട്ടനും അപ്പുവും ഹരിയും ദേവിയും കണ്ണനും ശിവനും അഞ്ജുവും ഇവരെല്ലാവരും ചേർന്ന് വരുന്ന ഒരു കഥയാണെന്നുള്ളതാണ്. പക്ഷേ ആ ചിന്തകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇൻട്രോയിൽ മാത്രമാണ് നമ്മുടെ പഴയ താരങ്ങളെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. മറിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന നമ്മുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത് മറ്റൊരു കഥയാണ്, മറ്റു കഥാപാത്രങ്ങളാണ്, മറ്റ് സിറ്റുവേഷനുകളെല്ലാം വേറെയാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ആ ഒരു വലിയൊരു പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഒരു കഥ പറയുന്നതാണ് നമ്മുടെ സാന്ത്വനം 2 ആയിട്ട് വരുന്നത്. വലിയ പേരുകേട്ട ഒരു തറവാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ഒരു ഗതിയും ഇല്ലാതിരുന്ന ഒരു വ്യക്തി കൊണ്ടുപോകുന്നു. അവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. അതും ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ തൊട്ടരികിൽ തന്നെ മറ്റൊരു വീട് വെച്ച് അവിടെ കുട്ടികളും കുടുംബവുമായി സന്തോഷത്തോടു കൂടി ആങ്ങളമാരുടെയും അമ്മയുടെയും ഒക്കെ കൺമുന്നിൽ ജീവിക്കുന്ന പെങ്ങൾ. അപ്പോൾ അവർ തമ്മിൽ പിന്നെ അവർക്ക് മക്കളായി, കൊച്ചുമക്കളായി, അങ്ങനെയൊക്കെ ഉള്ളൊരിത്. പിന്നെ ഇവർ തമ്മിലുള്ള വഴക്കും പിന്നെ ഇവർക്കിടയിലുള്ള പകയും വിദ്വേഷവും ഇതെല്ലാം നിറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കാര്യസ്ഥൻ സിനിമ ഒരു ആസ്പദമാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥയായിട്ടാണ് നമ്മുടെ സാന്ത്വനം 2 വന്നിരിക്കുന്നത്. ആരും അറിയാതെ ഒരുവനോടൊപ്പം ഒളിച്ചോടിപ്പോയ മകള് സന്തോഷമായി ജീവിക്കുന്നത് കണ്ട് ഉള്ളിൽ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഏതു നിമിഷവും അവരുടെ ജീവിതത്തെ ഒളിഞ്ഞു നോക്കുന്ന സ്നേഹനിധിയായ ഒരു അമ്മ, ആ അമ്മയെ കാണാൻ വേണ്ടി ആരും അറിയാതെ വളരെ വെമ്പലുകൊണ്ട് ഓരോ സാഹസങ്ങൾ കാണിക്കുന്ന മകള്, അങ്ങനെയുള്ള ആ ഇത് കറങ്ങിത്തിരിഞ്ഞ് ഇനി ഇവർ ഈ പരസ്പര അടിയും വഴക്കും വിദ്വേഷങ്ങൾക്കും ഇടയിലും വിവാഹം കഴിക്കാനും ഒരേ പ്രായത്തിലുള്ളവർ ആങ്ങളുടെയും പെങ്ങളുടെയും ഒക്കെ മക്കളായിട്ടൊക്കെ ഉള്ളവർ ആ കുടുംബത്തിലുണ്ട്. ഇനി അവരുടെ സ്നേഹവും കുടുംബക്കാരറിയാതെ അവർ പരസ്പരം സ്നേഹിക്കുന്നതും പിന്നെ ഇവർക്കിടയിൽ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇത്തവണത്തെ സാന്ത്വനം 2 എത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച, അതായത് നമ്മുടെ ജൂൺ മാസം 17-ാം തീയതി മുതൽ രാത്രി 7 മണിക്ക് നമ്മുടെ കഥ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സാന്ത്വനം 2 ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് മൊത്തത്തിൽ നമ്മുടെ കഥ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ബാലനെയും അതുപോലെ കുടുംബത്തെയും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾക്ക് മറ്റു പല കഥാപാത്രങ്ങളെയുമാണ് മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ടി വരിക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കഥയെ ഏറ്റെടുക്കുന്നതിൻ്റെ എല്ലാവരുടെയും താല്പര്യം കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. കഥകളും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്